CPMന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ഇസ്ലാമിക് ബാങ്കിങ് സംരംഭമാണ് ഹലാൽ ഫായ്ദ. ഇതൊരു സഹകരണ സംഘമാണ്. ഈ സംഘം പൊളിഞ്ഞു. അതായത് ഈ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷേപകർ പരാതിയുമായിട്ടും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഹലാൽ ഫായ്ദ ബാങ്കിന് ഒരു പൊളിറ്റിക്കൽ വശമുണ്ട്, ഒരു സാമുദായിക വശമുണ്ട്, അതോടൊപ്പം സാമ്പത്തികമായ ഒരു വശം കൂടി ഇതിനുണ്ട്. കണ്ണൂർ സബ് ജയിലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. 2017 ശരിക്കും ഈ ഹലാൽ ഫായ്ദ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് അന്ന് പിണറായി വിജയനാണ് ശരിക്കും ഈ ഹലാൽ ഫായ്ദ ബാങ്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതൊരു മുസ്ലിം ഇതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രീണന തന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് പലിശരഹിത ബാങ്കിങ് അല്ലേ? അതെ, പലിശരഹിത ബാങ്കിങ്. അതായത് ഇതിനൊരു പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഇസ്ലാം മതത്തിൻ്റെ ഒരു കാര്യമുണ്ട്. അത് ശരീഅത്ത് നിയമപ്രകാരം നമ്മൾ പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അത് പാപം ആയി കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതിനകത്ത് ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട്. അതായത് ഈ പറയുന്ന പലിശ വാങ്ങുന്നത്, കൊടുക്കുക എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തവർ, എന്നാൽ ചെറിയ ഇതിലൊക്കെ പിന്നെ ശരീഅത്ത് നിയമാനുസൃതമായി പണം നൽകാനും ഇടാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമായിരുന്നു ശരിക്കും ഈ ബാങ്കിങ് സംവിധാനം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫായ്ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹലാൽ ഫായ്ദ എന്ന് പറയുന്ന ഇതിനകത്തൊരു വേറൊരു പൊളിറ്റിക്കൽ തലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഒരു ടോക്ക് അവിടെ ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന മുസ്ലിം വിഭാഗം പൊതുവെ നിൽക്കുന്നത് ലീഗിൻ്റെ കൂടെ പ്രാമാണിത്യത്തോടു കൂടി ലീഗിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന UDF എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. നമുക്കതെല്ലാവർക്കും അറിയാം. ഇപ്പം മുസ്ലിം ലീഗിന് പ്രാധാന്യമുള്ള മലപ്പുറം, കണ്ണൂർ തുടങ്ങിയ വടക്കൻ മലബാർ മേഖലകളിലെല്ലാം UDFനായിരിക്കും പ്രാധാന്യം. ഇപ്പം മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ ഇപ്പം നമുക്കറിയാവുന്ന പോലെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്ന സമയത്തും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഉറപ്പായിട്ടും മുസ്ലിമിന് പ്രാധാന്യം ഉണ്ടായിട്ടും ലീഗിന് പ്രാധാന്യം ഉണ്ടായിട്ടുമാണ്. അപ്പം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് CPMന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തോട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹലാൽ ഫായ്ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പുതിയ രീതിയിൽ ഒരു പണമിടപാട് കേന്ദ്രം എന്ന് പറയുന്ന രീതിയിൽ ഒരു സഹകരണ സംഘം ആരംഭിച്ചാൽ ഇതിനൊരു മാറ്റം സംഭവിക്കും. അപ്പം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീഅത്ത് നിയമപ്രകാരം പണം ഇടുന്നതിനും എടുക്കുന്നതിനും വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് കൂടാതെ മാർക്കറ്റിംഗ് കൂടി ഇതിന് ഷാജർ ഖാൻ ആയിരുന്നു അതിൻ്റെ പ്രൊമോട്ടറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ബീഫ് വിപണി, അതോടൊപ്പം തന്നെ പശു വളർത്തൽ, അതുപോലെ ചില സ്കീമുകൾ കൂടി ഇതിനോടൊപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ ഇതിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചു കാലം ഓടി, എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ പോലും ഓടിയിട്ടില്ല. അപ്പോൾ പലതരത്തിൽ പലയിടങ്ങളിൽ നിന്ന് പിന്നെ പണം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പലരും. അതായത് ഈ പറയുന്ന പാർട്ടിയുടെ താല്പര്യക്കാരുണ്ടായിരുന്നു, DYFI തുടങ്ങിയ ഒരുപാട് അങ്ങനെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക് ഒരു ആൾക്കാരെല്ലാം കൂടെ കുറേയധികം ആൾക്കാർ ഈ ഹലാൽ ഫായ്ദ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പണം നിക്ഷേപിച്ചതിനെ തുടർന്ന് ഇതിന് പറ്റിപ്പോയ പിന്നീട് വന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികകാലം ഓടിയില്ല എന്നുള്ളതാണ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് ഓടാഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷേ 5 കോടിയായിരുന്നു ഇവർക്ക് പൂർണ്ണമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഹലാൽ ഫായ്ദ ബാങ്ക് പ്രതീക്ഷിച്ചത്. അപ്പം ഇതിനകത്ത് ഇപ്പോഴും കൃത്യമായ കണക്കുകളില്ല എത്ര കോടി രൂപ വന്നിട്ടുണ്ട്, എത്ര കോടി രൂപ എത്ര ആളുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് ഉദ്ദേശിച്ചത് വിദേശ മലയാളികളുണ്ട്, അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന വലിയ വ്യവസായികളുണ്ട്. ഇവരിൽ നിന്നെല്ലാം ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് വ്യവസായം, പശു വളർത്തൽ, കാർഷിക വൃത്തി തുടങ്ങിയ ഒരു ഇസ്ലാമിക് സമൂഹം എന്തൊക്കെ ജോലികൾ ചെയ്യാമോ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അതിൽ നിന്നുകൂടി ഒരു വരുമാനം സ്രോതസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഹലാൽ ഫായ്ദ ബാങ്കിൻ്റെ ലക്ഷ്യമായിരുന്നു. പക്ഷേ LDFനെ അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം 2017 ഡിസംബർ മാസത്തിൽ ഇത് ആരംഭിച്ചെങ്കിൽ തന്നെയും 2018 മധ്യത്തോടു കൂടി ഏറെക്കുറെ ഇത് പ്രവർത്തനരഹിതമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്ന് വെച്ചാൽ പണമിടലോ എടുക്കലോ ഒന്നുമില്ല. നിക്ഷേപിച്ച ആൾക്കാർക്ക് പണം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരവസ്ഥ നിൽക്കുകയാണ്. അവർക്കാർക്കും പണം ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ പറയുന്ന നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇവർ ഉദ്ദേശിച്ച വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യത്തിൽ അത് ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ബദലായി ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇവർ ലക്ഷ്യം വെച്ച്. അതായത് ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിംസിനും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എപ്പോഴും മുസ്ലിം ലീഗിനോടാണ്, എല്ലാ മുസ്ലിങ്ങൾക്കും. അപ്പം ഈ ന്യൂനപക്ഷത്തിന് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ന്യൂനപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും അവരുടെ കാര്യങ്ങൾ ഒരു പൊതുധാരയിലേക്ക് എത്തിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന എപ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ്. അപ്പം അതിന് ബദൽ സംവിധാനം, അതായത് ഇനി അങ്ങോട്ട് ഉള്ള ഒരു കാര്യം, ഈ ഫായിദ, ഹലാൽ ഫായിദ ഈ സഹകരണ സംഘത്തിലൂടെ ബാങ്കിലൂടെ അത് CPM-ലേക്ക്, അതായത് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ ഒരു മീഡിയേറ്റർ പോലെ നേരെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശ സംരക്ഷണത്തിൻ്റെ പേറ്റൻറ്റ് CPM-ലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങാണ് ശരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ പാളിപ്പോയി. പിന്നെ ഇത് പറയുന്ന പോലെ ഈ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പം കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഈ ഗുണഫലങ്ങൾ മുസ്ലിം സമൂഹത്തിലൂടെ എത്തുമ്പോഴേക്കും ഇവർക്ക് ഒരു ഉണർവുണ്ടാക്കാനും, ഇവർക്ക് വ്യാവസായികമായിട്ടാണെങ്കിൽ വ്യാവസായികമായിട്ട്, അല്ലാതെയാണെങ്കിൽ അല്ലാതെയും ഇവർക്ക് കുറച്ച് സാമ്പത്തികമായി ഇവരെ ഒന്ന് മെച്ചപ്പെടുത്തി, അപ്പോൾ തന്നെ സ്വാഭാവികം സംഭവിക്കുന്നത് എന്താ, ലീഗിനുള്ള പ്രാധാന്യം കുറയും. കാരണം 2017 വന്നു കഴിഞ്ഞാൽ പിന്നീട് 2021 വീണ്ടും സർക്കാർ അധികാരത്തിൽ കയറുന്നു. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലീഗ് പതുക്കെ ക്രമേണ, അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നുകിൽ മുസ്ലിം ലീഗ് LDF-ലേക്ക് വരികയോ, അതല്ലെങ്കിൽ അത് മുസ്ലിം ലീഗിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷം മുഴുവൻ CPM-ൻ്റെ അണികളായി മാറുകയോ ചെയ്യും എന്ന് പറയുന്ന ഒരു തോട്ട് അവർക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ണൂരിൽ ആരംഭിച്ചുവെങ്കിൽ തന്നെയും മലബാർ മേഖലകളിൽ ഇത് വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ആഗ്രഹിച്ചിരുന്നു CPM. അതായത് കണ്ണൂർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് കാസർഗോഡാവാം, മലപ്പുറത്താവാം, കോഴിക്കോടാവാം, അതായത് ന്യൂനപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ CPM-ൻ്റെ അത്തരം നയപരിപാടികൾ നടന്നില്ല എന്നുള്ളതാണ്. അത് പാതി വഴി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ഉപേക്ഷിച്ച് ഒടുവിൽ ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക്, ഇന്ന് പലരുടെയും ഒരു അവസ്ഥയെന്ന് പറയാൻ നിക്ഷേപിച്ചു പോയി പണം. ഇതിനകത്തേക്ക് തുടക്ക സമയത്ത് ഈ ഷാജർ ഖാനൊക്കെ ചെന്ന് പറയുന്ന സമയത്ത് പലരും അത് നിക്ഷേപിച്ചു, ആ പണം നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് പലിശയായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ നിക്ഷേപിച്ച തുക കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് പുറത്ത് വായ്പ കൊടുക്കുന്നതിൻ്റെ ഇതിനകത്തിലെ നിക്ഷേപകരായിട്ടുള്ള മെമ്പർമാർക്ക് ഇതിൻ്റെ ഒരു ഡിവിഡൻഡ് അവരുടെ കയ്യിലേക്ക് എത്തും എന്നൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അങ്ങനെയാണ് ഈ പറയുന്ന വിദേശ മലയാളികളടക്കം, അല്ലെങ്കിൽ മുസ്ലിം വ്യവസായികളടക്കം ഇതിനകത്തേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഇതുവരെ പണമൊന്നും കിട്ടിയിട്ടില്ല. അവർ കൊണ്ടിട്ടിരിക്കുന്ന ഇപ്പോൾ 2017 എന്ന് പറയുമ്പോൾ ഇന്ന് നിൽക്കുന്ന 2026 ഏകദേശം ഒരു 9 വർഷക്കാലമായി ഇവരുടെ പണം പോയതിന് തുല്യമാണ്. അപ്പം ഇവർക്ക് യാതൊരു പ്രയോജനമില്ല. 8 വർഷം കൂട്ടാം. 8 വർഷക്കാലമായി യാതൊരു പ്രവർത്തനവുമില്ലാതെ മരവിച്ച് മന്ദീഭവിച്ച് കിടക്കുന്ന ഒരു സംവിധാനമായി ഹലാൽ ഫായിദ ബാങ്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കുറേയധികം അതും ഈ പറയുന്ന പോലെ മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് CPM ഉണ്ടാക്കി വെച്ച ഒരു പ്രീണന നയത്തിന് പോയി. മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM പോയി. പക്ഷേ ന്യൂനപക്ഷത്തിനെ സൂചിപ്പിക്കാനല്ല കഴിഞ്ഞ്, ന്യൂനപക്ഷത്തിൻ്റെ ഈ വെറുപ്പ് പിടിച്ചു മേടിക്കാനേ പറ്റുള്ളൂ. കാര്യം അവരെ സഹായിക്കാം, ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ബദലായി മാറുന്നു, ലീഗിനപ്പുറത്ത് നിന്നുകൊണ്ട് CPM ആയിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇനിയും മുസ്ലിം ലീഗ് LDF-മായി ലയിച്ച് ഒരു പുതിയ പൊളിറ്റിക്കൽ മുന്നണി, അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണി ഇവിടെ രൂപപ്പെടുമെന്നും, മലബാർ മേഖല മുഴുവനായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിച്ച് കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷത്തുള്ള എനിക്കൊന്ന് പിണറായി വിജയനെ ആരൊക്കെയോ ചേർന്ന് ഉപദേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യുന്നതിന് ഹലാൽ ഫായിദ ബാങ്ക്, ന്യൂനപക്ഷത്തിനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഹലാലാണല്ലോ, അപ്പോൾ അവിടെ അവർക്ക് അശുദ്ധിയൊന്നുമില്ല. അപ്പോൾ അവിടെ പണമിടാം, അവർക്ക് പണം നിക്ഷേപിക്കാം, പണം തിരിച്ചെടുക്കാം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും CPM-ൻ്റെ അത് പാളിയെന്ന് മാത്രമല്ല, ആ ഒരൊറ്റ നീക്കം കൊണ്ട് തന്നെ CPM-ന് വലിയൊരു നഷ്ടം ഇവിടെ നേരിടാൻ പോവുകയാണ്. അതായത് നഷ്ടം നേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. കോടിക്കണക്കിന് രൂപയാവാം. 5 കോടിയാണ് അവർ ലക്ഷ്യം വെച്ചതെങ്കിലും ഇങ്ങനെ ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഒരു പേരോട് കൂടി ഇവിടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല തുക അവിടെ നിക്ഷേപമായി വന്നിട്ടുണ്ടാകാനാണ് സാധ്യത. അതിൽ പണക്കാരുടേതും ഉണ്ടാകാം, സാധാരണക്കാരുടേതും ഉണ്ടാകാം. എന്തായാലും വലിയൊരു